കൊച്ചിയിലെ വിവരങ്ങൾ നൽകാൻ ലിഡിയ ജേക്കബ് തയ്യാറായിട്ടുണ്ട്. ലിഡിയ, കൊച്ചിയിലേക്ക് വന്നാൽ നമുക്കറിയാം ചെറിയൊരു മഴ പെയ്താൽ പോലും താഴ്ന്ന ഇടങ്ങളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. MG റോഡ് ഉൾപ്പെടെ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാറുണ്ട്. ഇത്തവണ എങ്ങനെയാണ് സ്ഥിതിഗതികൾ? മഴയൊക്കെ ഏത് രീതിയിലാണ് അവിടെ ഉള്ളത്? മുന്നൊരുക്കങ്ങളൊക്കെ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ടല്ലോ. അമൃത, ഇന്നലെ വൈകുന്നേരത്തോടെ ശക്തമായിട്ടുള്ള മഴയാണ് മധ്യ കേരളത്തിലുടനീളം ലഭിക്കുന്നത്. അതായത് ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയുമായി ശക്തമായിട്ടുള്ള മഴ, പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും ശക്തമായിട്ടുള്ള മഴയാണ് ലഭിക്കുന്നത്. ഈ കൊച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൂടുതൽ തീരപ്രദേശങ്ങളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശവും കാര്യങ്ങളുമൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ കണ്ണമ്മാലി, ചെല്ലാനം അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ ജാഗ്രതാ നിർദ്ദേശവും കാര്യങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ തീരപ്രദേശങ്ങളിലുടനീളം ആളുകൾ മാറി താമസിക്കണം, ആവശ്യമെങ്കിൽ മാറി താമസിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ ജില്ലാ ഭരണകൂടം അടക്കം നിർദ്ദേശിച്ചിട്ട് കൂടിയുണ്ട്. മാത്രമല്ല, ഈ മലയോര പ്രദേശങ്ങളിലും ശക്തമായിട്ടുള്ള കാറ്റും മഴയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയൊക്കെ വലിയ രീതിയിലുള്ള കാറ്റും മഴയും മലയോര പ്രദേശങ്ങളിൽ അനുഭവപ്പെട്ടിരുന്നു. 182ഓളം വീടുകൾ ഇന്നലെ തകർന്നിരുന്നു. അതിൽ 3 വീടുകൾ പൂർണ്ണമായും തകർന്നിരുന്നു. മാത്രമല്ല, 179 വീടുകൾ ഭാഗികമായും തകരുന്ന ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് പുലർച്ചെയോടെ പലയിടങ്ങളിലും മഴ ശക്തമായി പെയ്യുന്നതുകൊണ്ട് ഈ തരത്തിൽ മരം വീണുള്ള അപകടങ്ങളും കാര്യങ്ങളുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് കൂടിയുണ്ട്. ആലുവ പ്രദേശത്ത് ആലുവ വട്ടപ്പറമ്പ് റോഡിൽ ഇന്ന് പുലർച്ചെയോടെ മരം വീണ് ഗതാഗതം തടസ്സമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് രാവിലത്തോടെ മരം വെട്ടി നീക്കി അത് പരിഹരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയേണ്ടത് പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും വെള്ളം കയറാനുള്ള ഒരു സാധ്യത കൂടി ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അത്തരത്തിൽ അതിനുള്ള ആളുകൾ ആവശ്യമെങ്കിൽ മാറി താമസിക്കണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും, ഏറ്റവും ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശങ്ങളും കാര്യങ്ങളുമാണ് മധ്യ കേരളത്തിൽ നിന്നുള്ളത്. മലയോര മേഖലകളിലും ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള മഴ ഇന്നലെ രാത്രിയും ഇന്നുമായി തുടരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുമ്പോൾ പോലും ശക്തമായിട്ടുള്ള മഴ ഒറ്റയടിക്ക്, അതായത് നിർത്താതെയുള്ള മഴ തന്നെയാണ് പെയ്യുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അടുത്ത 3 മണിക്കൂറിനുള്ളിൽ ശക്തമായിട്ടുള്ള മഴയും കാറ്റും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാനമായും തീരപ്രദേശങ്ങളിലും ഇത്തരത്തിൽ മലയോര പ്രദേശങ്ങളിലുമാണ് മുന്നറിയിപ്പും കാര്യങ്ങളുമൊക്കെ നൽകിയിട്ടുള്ളത്. മറ്റൊന്നുള്ളത്, മൂവാറ്റുപുഴ ആറിന്റെ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. ഈ മലങ്കര ഡാമിന്റെ ഷട്ടർ തുറന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ മൂവാറ്റുപുഴ ആറിന്റെ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നത്. മൂവാറ്റുപുഴ ആറിന്റെ തീരത്തുള്ളവർ വലിയ ജാഗ്രത പുലർത്തണം എന്ന ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് 10 മീറ്ററാണ് വാർണിംഗ് ലെവലുള്ളത്. ആ വാർണിംഗ് ലെവൽ കടന്ന് 11.04 മീറ്ററിലേക്ക് മൂവാറ്റുപുഴ ആറിന്റെ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. മാത്രമല്ല, മറ്റൊന്നുള്ളത്, ഈ ട്രെയിനുകൾ മിക്കതും വൈകുന്നു എന്നൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഈ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള പ്രദേശങ്ങളിൽ വിവിധയിടങ്ങളിൽ ഇന്നലെ മഴയും ശക്തമായിട്ടുള്ള കാറ്റുമുണ്ടായതിനെ തുടർന്ന് ട്രാക്കിൽ പലയിടങ്ങളിലും മരം വീഴുന്നതും ഒക്കെയായി തടസ്സങ്ങളും കാര്യങ്ങളുമൊക്കെ രൂപപ്പെട്ടിരുന്നു. അതിനെ തുടർന്നാണ് പലയിടങ്ങളിലും ഇത്തരത്തിൽ ട്രെയിനുകൾ വ്യാപകമായി വൈകുന്ന ഒരു സാഹചര്യമുള്ളത്. പല ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുൻപ് സാനിസ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് 2 മണിക്കൂറോളം വൈകിയാണ് ഓടുന്നത്. 5:55 തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടേണ്ട ട്രെയിൻ ഇതുവരെയായിട്ടും പുറപ്പെട്ടിട്ടില്ല. 8:05 ഇത് 8:45 ഇത് പുറപ്പെടുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, തിരുവനന്തപുരം സെൻട്രൽ ഇൻഡസ്ട്രി സിറ്റി എക്സ്പ്രസ് 1.5 മണിക്കൂർ വൈകി ഓടുന്നുണ്ട്. നേത്രാവതി എക്സ്പ്രസ് 1 മണിക്കൂർ വൈകിയാണ് ഓടുന്നത്. ഒപ്പം ഗുരുവായൂർ എക്സ്പ്രസ്സും 1 മണിക്കൂറാണ് വൈകി ഓടുന്നത്. പ്രധാനമായും ഈ ദീർഘദൂര ട്രെയിനുകളാണ് ഇത്തരത്തിൽ വൈകി ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പലയിടങ്ങളിലും ഇന്നലെ ഇത്തരത്തിൽ മരം വീണതിനെയൊക്കെ തുടർന്ന് ട്രാക്കുകളിൽ തടസ്സം നേരിട്ടിരുന്നു. ആ തടസ്സങ്ങൾ മാറ്റാനുള്ള ശ്രമങ്ങൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനെ തുടർന്നാണ് പലയിടങ്ങളിലും ഇത്തരത്തിൽ ദീർഘദൂര ട്രെയിനുകൾ അടക്കം വൈകുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. കണ്ണമാലി പ്രദേശങ്ങളിലൊക്കെ കടലാക്രമണങ്ങളും കാര്യങ്ങളും ഒക്കെ രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. മാത്രമല്ല, ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് എറണാകുളം നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലടക്കം വെള്ളം കയറാനുള്ള അല്ലെങ്കിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്നലെ കാക്കനാടൊക്കെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. ശരി ലിഡിയ.